ബറക്കത്തില്ലെങ്കിൽ ജീവിതം നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ബറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ എന്ന് നബിയിന റസൂലുള്ളാഹി. എന്ത് ചെയ്യരുത്? സുബഹി കഴിഞ്ഞ് ഉറങ്ങരുത്. നല്ല സമയം ഉറങ്ങാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം, നല്ല രസമുള്ള സമയം സുബഹി കഴിഞ്ഞിട്ട് ഇശ്റാഖ് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള മര്യാദകളിൽ പെട്ടതാണ് അമിതമായി വേറെ ഒരാൾക്ക് നമ്മൾ കോരിയിട്ട് കൊടുക്കാതിരിക്കുക. സാധനമൊക്കെ കയ്യെത്തുന്ന ദൂരത്ത് വെച്ച് തിന്നോളി എന്ന് പറയാം. നമ്മളെ വകയിൽ എന്ത് ചെയ്യുന്നത്, ചില ആൾക്കാരെ 10 പത്തിരിയൊക്കെ വാരിട്ട് മുറിച്ചിട്ട് തിന്നൂടിയായിട്ട് പറഞ്ഞിട്ട് വലിയലോണ്ട് ഒരു കറി. ഇയാൾക്ക് ഇത്ര വിഷമുണ്ടാക്കിയ ഒരു സൽക്കാരം വേറെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോരോ രീതി ശൈലിയൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർ കുറഞ്ഞ കറി കൈമലാകാതെ ഇങ്ങനെ മുക്കി കുത്തി തിന്നുന്ന ആൾക്കാരെ, ചില ആൾക്കാർ ഞോണ്ടിങ്ങനെ ഒളിപ്പിച്ച് അതും നാക്കിയൊക്കെ തിന്നുന്ന ആൾക്കാരുണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ ഓല് കഴിച്ചോട്ടെ. നമ്മളെ വകയിൽ വലിയലോണ്ട് കറി പറഞ്ഞാല് അയാൾക്കത് യാതൊരു ഇഷ്ടമില്ലാതെ ഇപ്പൊ ഭക്ഷണം കഴിച്ചത്. അത് ചെയ്യരുത് എന്നാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ലാ തുകല്ലിഫുൽ ലൈഫ ഫതുബഗിദൂഹ്. നിങ്ങൾ വിരുന്നുകാരെ നിർബന്ധിപ്പിക്കരുത്, അത് അവരെ ദേഷ്യം പിടിപ്പിക്കും. വിരുന്നുകാരൻ ദേഷ്യം പിടിച്ചാൽ അല്ലാഹു ദേഷ്യപ്പെടും. ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള മര്യാദകളിൽ പെട്ടതാണ് അമിതമായി ആയില്ല. മക്കള് തലതിരിഞ്ഞു പോയി. തന്റെ പൊന്നുമകൻ ചാകുന്നത് നൂഹ് നബിക്ക് കാണേണ്ടി വന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകനാ. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാ. എന്നിട്ടും തന്റെ ഭാര്യ മുസ്ലിമായില്ല. അവൾ വഴിപിഴച്ചവളായി. അവളുടെ സ്വന്തം മകൻ തൂഫാനിൽ മുങ്ങിച്ചാകുന്നത് നൂഹ് നബിക്ക് കാണേണ്ടി വന്നു. 2 ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി നബിയായിരുന്നു. പക്ഷേ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല, മകനും വിശ്വസിച്ചില്ല, തലതിരിഞ്ഞു പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെണ്ണ് നല്ലവളാണെങ്കിൽ, ഭർത്താവ് കൊള്ളാത്തവനാണെങ്കിലും പെണ്ണ് നല്ലവളാണോ നന്നാക്കി കളയും. ഭർത്താവ് മോശക്കായി എത്രയോ കള്ളുകുടിയന്മാരെ നന്നാക്കിയ പെണ്ണുങ്ങളുണ്ട്. നിസ്കരിക്കാത്ത ഭർത്താവിനെ നിസ്കരിപ്പിച്ച ഭാര്യമാരുണ്ടല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഒരു നല്ല പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കൾ വളരുകയുള്ളൂ. ഖുർആൻ പറയുകയാ, ഒരു പെണ്ണ് നന്നായാൽ ഈ ഒരു കുടുംബം നന്നാകുമോ. ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാ നല്ല മക്കൾ വളരുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ആരെയെങ്കിലും പരസ്പരം തെറ്റിച്ചിട്ടുണ്ടോ? 2 ആളുകൾ തമ്മിലുള്ള ബന്ധം മുറിയാൻ നിങ്ങൾ കാരണക്കാരനായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് മരണത്തിന് മുമ്പ് അനുഭവിക്കേണ്ടി വരും. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. പരിശുദ്ധ ഖുർആൻ പോലും ആ വിഭാഗത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹുമസ ലുമസ. മനുഷ്യർക്കിടയിലുള്ള ബന്ധം അസൂയ കൊണ്ടോ കുശുമ്പ് കൊണ്ടോ ഇല്ലാതെയാക്കാൻ പല മെത്തേഡുകളും ആളുകൾ സ്വീകരിക്കാറുണ്ട്. സിഹറിലൂടെ ആവാം, കണ്ണേറിലൂടെ ആവാം, പരദൂഷണം പറഞ്ഞു കൊടുത്തിട്ടാവാം, കഥയുണ്ടാക്കി പറഞ്ഞിട്ടാവാം. എങ്ങനെയെങ്കിലും നിങ്ങൾ നല്ലപോലെ പോയ 2 ആളുകളെ തമ്മിൽ 2 ആക്കിയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ശിക്ഷ അനുഭവിക്കും, ഉറപ്പാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടാവാം. നിങ്ങളുടെ മക്കളും പോലും നിങ്ങളെ തള്ളി പറഞ്ഞേക്കാം. ആളുകൾക്കിടയിൽ വെറുക്കപ്പെടേണ്ട, വഷളാകേണ്ട ഒരു ഗതികേടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എല്ലാ തെറ്റുപോലെയല്ല ഈ തെറ്റ്. മനുഷ്യരെ 2 ആക്കുകയും തമ്മിൽ അകറ്റുകയും ചെയ്യുന്നത് പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളതും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്.